ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മൊത്തം പറമ്പിൽ കൂടെയും കാട്ടിൽ കൂടെയാണ് നടപ്പ് മുഴുവൻ നമ്മുടെ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ചതാവേരി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ചതാവേരി കൊണ്ട് പണ്ടൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കി കഴിക്കുമായിരുന്നു. അപ്പോൾ അത് ആരും ശ്രദ്ധിക്കാതെ കൊണ്ട് ഇങ്ങനെ വീടിൻ്റെ സൈഡിലൊക്കെ നിന്നങ്ങനെ കാട് പോലെ പടർന്ന് പന്തലിച്ച് കിടക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ കിഴങ്ങൊക്കെ ഒന്ന് മാന്തി നമുക്കൊന്ന് അച്ചാറിടാം, എങ്ങനെ ഉണ്ടാവും നമുക്ക്. കുറേ നാളായി കഴിച്ചിട്ട്, ചെറുപ്പത്തിൽ കഴിച്ചാൽ അതിന് ശേഷം താനും കഴിച്ചിട്ട്. അപ്പോൾ ചതാവേരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചുറ്റുപാടുമായിരിക്കും വേരുകൾ. ഇത് പഴക്കം ചെന്നാണ്, ഒരു 2-2.5 വർഷമായിട്ടുള്ള അതിൻ്റെ മൂടാണത്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വേരുകളൊക്കെ പൊട്ടാണ്ട് കിഴങ്ങ് മാത്രമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള സംഭവമാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും കുറച്ചൊക്കെ ഒന്ന് പൊട്ടും, എന്നാലും പരമാവധി പൊട്ടാതെ തന്നെ നമുക്ക് എടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ അതിനെ പൊക്കി എടുത്തിട്ടുണ്ട്. കമ്പി വെച്ച് പരമാവധി പൊട്ടിക്കാതെ അടിയിലേക്ക് കുത്തിയിട്ടാണ് നമ്മൾ പുഴക്കി എടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. സംഭവം നല്ല ഒരു അത്യാവശ്യം കിഴങ്ങുള്ളൊരു കടയാട്ടോ ഇത്. അത്യാവശ്യം ഉണ്ട്. എന്തായാലും ശരീരത്തിന് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം വിടില്ല. എല്ലാം അത് നമ്മൾ പുഴക്കുക തന്നെ ചെയ്യും, ഇല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ചതാവേരിക്കുള്ള വേറൊരു പേരാണ് സൂക്ഷ്മപത്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്ര എന്ന് പറഞ്ഞാൽ ഇലയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഇലകളുള്ളതുകൊണ്ട് അതിന് സൂക്ഷ്മപത്ര എന്നും കൂടെ ഒരു പേരുണ്ട്. അപ്പോൾ ചതാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വേരുള്ളതെന്നാണ് അർത്ഥം. അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ, അത്രയ്ക്കധികം വേരുകൾ ഇതിനകത്തുണ്ട്. കിഴങ്ങ്, അതിൻ്റെ കിഴങ്ങും വേരൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചതാവേരികൾ നേരെയാക്കണം. ഇത് പണിയുണ്ടത്, പുഴുങ്ങിയൊക്കെ എടുക്കണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കിയെടുക്കണം. അപ്പോൾ ഓരോ കിഴങ്ങിനെയും നല്ല അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് ചെത്തിയെടുക്കണം. അതിന് ശേഷം നമുക്ക് പുഴുങ്ങണം. എന്നിട്ടാണ് അതിൻ്റെ പരിപാടികൾ. അപ്പോൾ ആ പരിപാടികൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോരോ കിഴങ്ങെടുത്തിട്ട് അതിൻ്റെ 2 സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം. അതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ പുഴുങ്ങിയിട്ട് അതൊരു സെറ്റപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ വൃത്തിയാക്കുക എന്നുള്ള ഒത്തിരി പരിപാടി ഉണ്ട്. ഇത്ര സാധനങ്ങളില്ലേ.
അപ്പോൾ ഒന്ന് ആദ്യമേ വൃത്തിയാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് ഓരോന്നിനെ അരിഞ്ഞ് സമയം പിടിക്കും, കുറച്ച് കാര്യമായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെയാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ കഴുകി വാരിയെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വൃത്തിക്ക് കഴുകി വാരിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ഇത് കഴുകിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ ഉണ്ടായിരുന്നു, ഒരു 3-4 പ്രാവശ്യം കഴുകി വരേണ്ടി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. തീരെ ചെറുതല്ല, ഒരു വിരൽ നീട്ടത്തിൽ കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ തോലിങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ പുഴുങ്ങുന്ന അപ്പച്ചെമ്പിൽ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിരൽ നീട്ടത്തിൽ കട്ട് ചെയ്തിടുക. എന്നിട്ട് പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അപ്പച്ചെമ്പിൽ കൊള്ളാനും സൗകര്യമായിരിക്കും, അതുപോലെ തന്നെ തൊലി ഊരിയെടുക്കാനും സൗകര്യമായിരിക്കും. പിന്നെ ചതാവേരിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. പണ്ട് കാലം മുതൽ തന്നെ ആൾക്കാർ എല്ലാ ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ചതാവേരി. പ്രത്യേകിച്ച് ധാതുപുഷ്ടിക്ക് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു മരുന്ന് കൂടിയാണ് ചതാവേരി. അപ്പോൾ ധാതുപുഷ്ടിക്ക് ഉപയോഗിക്കാൻ മറ്റുള്ള മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നായകരണപ്പരിപ്പ്, അതുപോലത്തെ അമുക്കുരം, ചതാവേരി, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവം. യുവത്വം നിലനിർത്താനും ശരീരപുഷ്ടിക്കൊക്കെ ഇത് നല്ലത് തന്നെയാണ്. കൂടാതെ തന്നെ നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വയറ്റിലൊക്കെ ഗ്യാസ് ട്രബിളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലൊക്കെ തന്നെ ഇതത് പരിഹരിച്ചോളും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അച്ചാറിടുക, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ലെങ്കിൽ തന്നെ അങ്ങാടിപ്പെട്ടിക്കടയിൽ കിട്ടും. ഇത് കുറച്ച് ഉണങ്ങിയതായിരിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച ചതാവേരിയുടെ പാത്രം നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതതിൻ്റെ പരുവമായിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ഇത് കണ്ടോ, നമ്മൾ ഏകദേശം അതിൻ്റെ എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി നടുക്കത്തെ ആ നാര് എടുത്ത് കളഞ്ഞു, വട്ടത്തിൽ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റിയായിരുന്നു. പക്ഷേ ആവി കയറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്ത് തൊലി വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി. നടുക്കത്തെ അതൊരു ഇതാവുന്നില്ല. പിന്നെ നമ്മളെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തു. വെള്ളത്തിൽ ലേശം ഉപ്പിട്ട് പുഴുങ്ങി കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് അതിൻ്റെ പുറത്തെ ആ തൊലി ഊരി വരുന്നുണ്ടായിരുന്നു, ഉള്ളിലത്തെ നാര് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെള്ളത്തിലിട്ട് പുഴുങ്ങാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അത് വെള്ളം കുടിച്ചു പോവോ, വെള്ളം കയറുമോ, ഇത് പോവോ എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, നല്ല ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്നാൽ പുറത്തെ തൊലിയൊക്കെ പെട്ടെന്ന് ഊരിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ പുഴുങ്ങണമാണ് നല്ലത്. അത് ക്ലീൻ ചെയ്യാനായിട്ട് പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത്. ആവി കയറ്റുന്നതിനൊക്കെ നല്ലത് പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ചതാവേരിനെ പുഴുങ്ങി കട്ട് ചെയ്തു, തൊലിയെല്ലാം കളഞ്ഞു, ഉള്ളിലത്തെ നാര് കളഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി. ലേശം വെള്ളമയം പോലെ തോന്നി, കാരണം ഇത് അച്ചാറെന്നൊക്കെ പറഞ്ഞാൽ കുറേ നാൾ ഇരിക്കേണ്ടല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൊണ്ട് പൂക്കാനുള്ള സാധ്യതയെന്ന് തോന്നും. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തു. കുറച്ച് ഒരു 4-5 മണിക്കൂറോളം വെച്ചു. ഒരുവിധം നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുവിധം ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി അച്ചാർ പൊടിയും ഉപ്പും ചുറുക്കയും കൂടെ ഒഴിച്ചൊന്ന് തിരുമ്മി വയ്ക്കണം. അപ്പോൾ ഒന്ന് അതെല്ലാം ഒന്ന് പിടിച്ച് വരാനായിട്ട്. അതിന് ശേഷം നമുക്ക് അച്ചാറിടാനുള്ള പരിപാടി ചെയ്യാം. എന്തായാലും നമ്മളത് അതൊന്ന് അച്ചാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്,
അതുപോലെ തന്നെ ചൊറുക്ക. ഇപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ ഇരിക്കട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നല്ല എണ്ണയിലാണ് നമ്മളിന്ന് അച്ചാർ ഇടാൻ പോണത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, വെളുത്തുള്ളി. ചതാവരി അച്ചാർ ഇടുമ്പോൾ നല്ലപോലെ വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളിയും ചതാവരി നല്ല കോമ്പിനേഷനാണ്. ഒരുവിധം വഴണ്ട് വന്നു കഴിയുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അച്ചാർ പൊടിയും ഉപ്പും ചൊറുക്കിയും കൂടെ ചേർത്ത് വെച്ച് ചതാവേരിനെ അതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയോ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. ഉപ്പ് മാത്രം ലേശം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട വന്നില്ല. ലേശം ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഓൾറെഡി അച്ചാർ പൊടിയിൽ കായം ഉണ്ട്, എന്നാലും അതിന് ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ചൊറുക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വളരെയധികം സന്തോഷം. നമ്മളൊരു ദിവസം ഏകദേശം 10-40 പ്രാവശ്യം കയറി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കൂടുമ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മുടെ ചാനലിലേക്ക് കടന്നു വരുന്നു. ഇതൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് ലൈക്ക് ഇട്ടൊന്നും ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് തുടക്കക്കാരെന്നാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്ത് അതൊക്കെ നമ്മൾ അറിയിക്കുക. വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരേക്കും വിട പറയുന്നു. ഞാൻ രാജേഷ് മൂർത്തി.